എനിക്ക് കുറെ ഫാൻസി സാധനങ്ങൾ വാങ്ങാനുണ്ട്. എനിക്കും വാങ്ങാനുണ്ട്. നിനക്ക് മാത്രമല്ല. ഇത്രയും ദിവസം നിങ്ങൾ രണ്ടാളും ഇവിടെ ഇല്ലേനിയോ? ഇന്നാണ് അതൊക്കെ പറയുന്നേ. ഇന്നലെ ഞാൻ നിങ്ങളോട് മര്യാദയ്ക്ക് ചോദിച്ചതാ എന്റെ കൂടെ പോരുന്നോന്ന്. അപ്പൊ നിങ്ങൾക്ക് കളിക്കാൻ പോണം. അതിന് ഇന്നല്ലല്ലോ അമ്മ പരിപാടി, നാളല്ലേ. അതിനിപ്പോ എന്താ? നാളെ എന്ന് കരുതി എന്തൊക്കെ പണിയുണ്ട് ഇവിടെ? എനിക്ക് ഒഴിവൊന്നുമില്ല. അതിന് അച്ഛൻ പോന്നാ പോരെ ഞങ്ങളെ കൂടെ? ഇപ്പൊ പോരും. അച്ഛനിവിടെ 100 കൂട്ടം പണിയുണ്ട്. അപ്പൊ എന്റെ ഡ്രസ്സിലേക്ക് വളയും മാലയൊക്കെ വാങ്ങണ്ടേ? എനിക്ക് ഇപ്പൊ തന്നെ വാങ്ങണം. ദേ പാറു, കരയാൻ നിക്കല്ലേ. പണി കഴിഞ്ഞിട്ട് പോണ്ടി വരും. അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യാ? എന്നാ ഇന്നലെ പോയപ്പോ എന്നെ ഒന്ന് ഓർമ്മപ്പെടുത്താ. അതുപോലും ചെയ്തില്ല. ദേവുവിന് പറഞ്ഞാ മതി. അവക്ക് എന്നെ ഒന്ന് ഓർമ്മപ്പെടുത്തി തന്നാ മതി. അവളും ചെറുതിന്റെ കൂടെ കളിക്കാൻ വേണ്ടല്ലേ. ഏട്ടത്തി, എന്താ ഇവിടെ പ്രശ്നം? പാറൂസ് എന്തിനാ കരയുന്നേ? എന്ത് പറയാന്? ഞാൻ ഡ്രസ് എടുത്തപ്പോ ഇവർക്ക് ഫാൻസി എടുത്തില്ലായിരുന്നു. ഡ്രസ് എടുത്തപ്പോ തന്നെ ഒരുപാട് ടൈം ആയതുകൊണ്ട് ഫാൻസി പിന്നെ എടുക്കാന്ന് കരുതി. പിന്നെ ഞാനും അതങ്ങ് വിട്ടു. ഇന്നലെ ഞാൻ സാധനം വാങ്ങാൻ പോയപ്പോഴും ഇവര് പറഞ്ഞില്ല. ഇപ്പൊ ഇതാ പറയുന്നേ. ഈ തിരക്ക് പിടിച്ച ടൈമിന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? ഓ അതാണോ? എനിക്ക് മെഹന്തി ഇടാന് വൈഷ്ണവിയെ കൂട്ടാൻ പോകുന്നുണ്ട് ഏട്ടൻ. അപ്പോ അവരെയും കൂടെ പറഞ്ഞയക്കാം. പിന്നെ സെലക്ട് ചെയ്യാൻ വൈഷ്ണവിയും കൂടെ ഉണ്ടാവുമല്ലോ. എനിക്കും കുറച്ച് സാധനം വാങ്ങാനുണ്ട്. ഏട്ടന്റെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പഴേ ഒരു സമാധാനായി. ഇവിടെ 100 കൂട്ടം പണിയുണ്ട്. ഏട്ടനും ഇപ്പൊ കിട്ടത്തില്ല. എന്താ ചെയ്യാന്ന് വിചാരിച്ചിരിക്കായിരുന്നു. കേട്ടല്ലോ? എന്ന മക്കളെ വേഗം പോയി കുളിച്ച് റെഡിയാവാൻ നോക്കി. വൈഷ്ണവിയേച്ചിയെ കൂട്ടി വരുമ്പോ കയറിയാ മതിട്ട് ഫാൻസി വാങ്ങാൻ. അല്ലെങ്കിൽ ഒന്നും ശരിയാവില്ല. എനിക്ക് വരാനും പറ്റത്തില്ലല്ലോ. പാറു, നിന്നോട് പ്രത്യേകിച്ച് വാശിയൊന്നും പിടിക്കാൻ നിൽക്കണ്ട. വൈഷ്ണവിയേച്ചി എടുത്തു തരും. കേട്ടല്ലോ രണ്ടാളും? കേട്ടമ്മേ. അല്ല, ലച്ചാൻറ്റി പോരുന്നില്ലേ? ഞാനില്ല. എന്നാ നിങ്ങൾ വേഗം പോയി റെഡിയാവാൻ നോക്കി. ഞാൻ ഏട്ടനോട് റെഡിയാവാൻ പറയട്ടെ. ശരി, ഞങ്ങൾ ഇതാ വരുന്നു. ഞങ്ങളുടെ വേഗം കഴിയും. A few moments later. ഏട്ടാ, ഇന്ന് എനിക്ക് മെഹന്തി ഇടാനുള്ളതാ. വേഗം പോയി വൈഷ്ണവിയെ കൂട്ടി വാ. ആഹാ, നിങ്ങൾ ഒരുങ്ങിയോ? പിന്നല്ലാതെ ഞങ്ങൾ കൃത്യസമയത്ത് ഒരുങ്ങിയിരിക്കും. ഞാനും റെഡി. ഏട്ടാ, ഏട്ടന്റെ കൂടെ പാറൂസും ദേവും വരുന്നുണ്ട്. അവർക്ക് എന്തോ സാധനങ്ങൾ മേടിക്കാനുണ്ട്. ശരി. എനിക്ക് വാങ്ങാനുള്ള ഏട്ടന്റെ ഫോണിലേക്ക് അയച്ചിട്ടുണ്ടേ. ഞാൻ കണ്ടു. ഒരു നീണ്ട ലിസ്റ്റ് തന്നെ ഉണ്ടല്ലോ. പിന്നെ നമ്മളെ ഏൽപ്പിച്ച കടയിൽ നിന്ന് മുല്ലപ്പൂ വാങ്ങാൻ മറക്കരുതേ. എന്റെ ലച്ചു കുറച്ചേരം കിടക്കണമെന്ന് വിചാരിച്ചിരുന്നതാ. എന്തൊരു കഷ്ടമാണ്. ബെസ്റ്റ്. നാളെ ഇവിടെ പരിപാടി നടക്കുമ്പോ നീ ഉറങ്ങേ. വേഗം ചെല്ലാൻ നോക്ക്. ഇപ്പൊ തന്നെ ടൈം കുറെ വൈകി. ഇനി പറഞ്ഞതൊക്കെ വാങ്ങി ഇവിടെ എത്തുമ്പോഴേക്കും ഒരുപാട് ടൈം ആവും. പാറു, ദേവുവാ. മോളെ ലച്ചു, നമ്മൾ സെലക്ട് ചെയ്ത് ആ റിംഗ് തന്നെ വാങ്ങിയിട്ടുണ്ട്. അല്ലേട്ടാ, അത് നല്ല വലുപ്പമില്ലായിരുന്നോ? അത് മോക്ക് ഒത്തിരി ഇഷ്ടമായതല്ലേ. കട്ട് ചെയ്തിട്ടുണ്ട്. മോളൊന്ന് ഇട്ട് നോക്ക്. ഹായ്, നല്ല ഭംഗിയുണ്ട്. ഇതിപ്പോ എനിക്ക് പാകായല്ലോ. ഇത് പോരെ? ഇത് മതി ചേട്ടാ. എനിക്ക് ഒത്തിരി ഇഷ്ടായി. അല്ല, രാഹുൽ എന്തേ? ചേട്ടൻ വൈഷ്ണവിയെ കൂട്ടാൻ പോയതാ. അവള് വന്നിട്ട് വേണം മെഹന്തി ഇടാൻ തുടങ്ങാൻ. ചേട്ടന്റെ കൂടെ ദേവും പാറും പോയിട്ടുണ്ട്. അവർക്ക് എന്തോ വാങ്ങാനുണ്ട്. ലച്ചു, ദാമ്മേ വരുന്നു. നന്ദു, കയറി വാടാ. അല്ല, നീ ഇന്ന് കളിക്കാനില്ലേ? ആര് പറഞ്ഞില്ലെന്ന്? ഞാൻ ദാ വരുന്നു. നന്ദു, നിക്ക്. എന്താച്ചാ? നീ ഇന്ന് കളിക്കാൻ പോകുന്നില്ല. ഇന്ന് ഒരുപാട് പണിയുള്ളതാ. നാളെ പരിപാടിയുള്ള കാര്യം നിനക്കറിയില്ലേ? അതന്നങ്ങളെ, അവന് അതിന്റെ ഒരു ബോധവുമില്ല. അവന് മാത്രല്ല, നിനക്കും. അയ്യോ, അമ്മ ഇവിടെ ഉണ്ടായിരുന്നോ? ഇന്ന് നിങ്ങൾ രണ്ടാളും കളിക്കാൻ പോകുന്നില്ല. ഇവിടെ എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ അതിന് സഹായിച്ചു നിന്നോളണം. കേട്ടല്ലോ? ഞാൻ രാവിലെ തന്നെ അവനോട് അത് പറഞ്ഞിട്ടുണ്ട്. എവിടെ കേക്കാൻ? ബാറ്റും കൊണ്ട് ഇറങ്ങിയേക്കും. അപ്പോ ഇന്ന് നാളെയും നമ്മൾ കളിക്കുന്നില്ല. ഇത് നമ്മുടെ അഭിമാന പ്രശ്നമാ. നമ്മളോണ്ട് പറ്റുന്ന രീതിയിൽ സഹായിച്ചു കൊടുക്കാം. ശരിടാ. അതൊന്നും വേണ്ട. എന്തിനാ അവരെ ബുദ്ധിമുട്ടാക്കുന്നേ? അവര് കളിക്കാൻ പോയിക്കോട്ടെ. എന്ത് ബുദ്ധിമുട്ടങ്കിൾ? അത് ഞങ്ങൾക്ക്. അങ്കിൾ എന്താ പറ? എന്താ ഞങ്ങൾ ചെയ്യണ്ടേ? അബു, നീ ഇതെന്ത് ഭാവിച്ചാ? നിന്റെ ഭാവി അമ്മായിച്ചനാണിത്. ഇംപ്രസ് ചെയ്യാൻ നോക്കിക്കോ. അതേടാ, ഞാൻ കാര്യം മറന്നുപോയി. താങ്ക് യു. അല്ല, ഞങ്ങൾ എന്താ ചെയ്യണ്ടേ അങ്കിളെ? പന്തലൊന്ന് വലിച്ചു കെട്ടണം. അത് നിങ്ങളെ കൊണ്ട് കഴിയത്തില്ല. കുറച്ച് ചെയറും ടേബിളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ റെഡിയാക്കിയാ മതി. അതൊക്കെ ഞങ്ങൾ ഏറ്റു അങ്കിളെ. അല്ലടാ, പാർക്കുട്ടിയെയും ദേവുനെയൊന്നും കാണുന്നില്ലല്ലോ. അവരെവിടെ പോയി? അവരങ്കിളുടെ കൂടെ പോയതാ. എന്തൊക്കെയോ വാങ്ങാനുണ്ടെന്ന് പറഞ്ഞ്. സാരല്ല ഉണ്ണിക്കുട്ടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതന്നെയാണല്ലോ അവസ്ഥ. അവളിവിടെ ഉണ്ടെന്ന് കരുതിയാ ഞാൻ ബിൽഡപ്പ് ഇട്ട് പണിക്കൊക്കെ ഇറങ്ങിയേ. ബെസ്റ്റ്. അല്ല, പാപ്പനെ വൈഷ്ണവിച്ചിയുടെ വീടറിയോ? ഒരു വട്ടം ഞാൻ വന്നിട്ടുണ്ട്. ലച്ചുവിനെയും വൈഷ്ണവിയെയും ഓഫീസിൽ നിന്ന് കൂട്ടി വന്നപ്പോ ഡ്രോപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട്. അതാ ആ കാണുന്ന വീടാണ്. നിങ്ങൾ രണ്ടുപേരും പോയി അവളെ വിളിച്ചോണ്ട് വാ. ഞാൻ കാർ അവിടെ പാർക്ക് ചെയ്യാം. ഒന്നാമതേ ടൈമില്ല. നമുക്ക് ചേച്ചിയെ വിളിച്ചോണ്ട് വരാം. പാപ്പൻ പറഞ്ഞ പോലെ നമുക്ക് ഒട്ടും ടൈമില്ല. ഇനി നമുക്ക് പോകുമ്പോ സാധനമൊക്കെ വാങ്ങണ്ടേ? ലച്ചേച്ചി ആണെങ്കിൽ വൈഷ്ണവിയേച്ചിയെ കാത്തു നിൽക്കണ്ടാവും മെഹന്തി ഇടാൻ. ശരിയാ, നേരെ വൈകിയാ ലച്ചേച്ചി നമ്മളെ കൊല്ലും. പിന്നല്ല. എന്നാ നമുക്ക് ഇവിടെ ഇറങ്ങാവാ. അല്ല, ആരൊക്കെ ഇത് വന്നേക്കുന്നേ? വാ, അകത്തേക്ക് ഇരിക്കാം. വേണ്ട വൈഷ്ണവിയേച്ചി, പിന്നീടാവാ. ഇന്നൊട്ടും ടൈമില്ല. എന്നാലും ആദ്യമായി വരല്ലേ, എന്തെങ്കിലും കുടിക്കാൻ എടുക്കാം. ഇപ്പൊ വേണ്ട, ടൈമില്ലാഞ്ഞിട്ടാ. പിന്നെ ഒരിക്കൽ വരട്ടോ. ചേച്ചി വാ. അങ്കിൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാ. അയ്യോ,
കഷ്ടമായി പോയല്ലോ. ആദ്യമായി വന്നിട്ട് ഒന്ന് കുടിക്കാതെ പോവാന്ന് പറഞ്ഞ അതൊന്നും കുഴപ്പമില്ല. ഇനിയിപ്പോ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. ലച്ചേച്ചി ഒരു നീണ്ട ലിസ്റ്റ് തന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. അപ്പോഴേക്കും ടൈം ഒരുപാടാവും. ചേച്ചി വാ. അല്ലാണ്ടി ഇവിടെ ആരില്ലേ? ഇല്ല, അമ്മയും അച്ഛനും പുറത്തു പോയതാ. അനിയൻ ഫുട്ബോൾ കളിക്കാൻ പോയാ. വെറുതെ അല്ല വീടൊക്കെ പൂട്ടിയേക്കുന്നേ. അല്ല, ആരൊക്കെ വന്നേക്കുന്നേ? വാ, അകത്തേക്ക് ഇരിക്കാം. വേണ്ട വൈഷ്ണവി ചേച്ചി, പിന്നീടാവാ, ഇന്നൊട്ടും ടൈമില്ല. എന്നാലും ആദ്യമായി വരല്ലേ, എന്തെങ്കിലും കുടിക്കാൻ എടുക്കാം. ഇപ്പൊ വേണ്ട, ടൈമില്ലാഞ്ഞിട്ടാ. പിന്നെ ഒരിക്കൽ വരട്ടോ. ചേച്ചി വാ. അങ്കിൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാ. അയ്യോ, കഷ്ടമായി പോയല്ലോ. ആദ്യമായി വന്നിട്ട് ഒന്ന് കുടിക്കാതെ പോവാന്ന് പറഞ്ഞ അതൊന്നും കുഴപ്പമില്ല. ഇനിയിപ്പോ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. ചേച്ചി ഒരു നീണ്ട ലിസ്റ്റ് തന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. അപ്പോഴേക്കും ടൈം ഒരുപാടാവും. ചേച്ചി വാ. അല്ലാണ്ടി ഇവിടെ ആരില്ലേ? ഇല്ല, അമ്മയും അച്ഛനും പുറത്തു പോയതാ. അനിയൻ ഫുട്ബോൾ കളിക്കാൻ പോയാ. വെറുതെ അല്ല വീടൊക്കെ പൂട്ടിയേക്കുന്നേ. A few moments later. എന്റെ പൊന്നു ലച്ചു, ഭക്ഷണം കഴിക്കി. ഇനിയിപ്പോ ഓരോരുത്തര് വരാൻ തുടങ്ങും. പിന്നെ മൈലാഞ്ചി ഇട്ടാ ഒന്നും കഴിക്കാൻ കഴിയത്തില്ല. ആര് പറഞ്ഞു കഴിക്കാൻ കഴിയത്തില്ലെന്ന്? എന്റെ ചേച്ചി എനിക്ക് വാരി തരും. ഈ കൊച്ചിന്റെ ഒരു കാര്യം. അല്ല, പിള്ളാര് വന്നില്ലല്ലോ. ഇല്ലമ്മേ. ലച്ചു, നീ ഒന്ന് അവർക്ക് വിളിച്ചു നോക്കിയേ. അല്ല വൈഷ്ണവി, വീട്ടിൽ ആരില്ലേ? ഇല്ല, അച്ഛനും അമ്മയും പുറത്തു പോയിരിക്കുവാ. അനിയൻ പിന്നെ ഫുട്ബോൾ കളിക്കാൻ പോയി. അല്ല, നീ വരുന്ന കാര്യം അവരോട് പറഞ്ഞില്ലേ? പിന്നല്ലാതെ പറയാതെ നിക്കോ? അവരെന്നോട് പോരുന്നുണ്ടോ ചോദിച്ചതാ. ഞാൻ പിന്നെ ഇങ്ങോട്ട് വരാനുള്ളത് കൊണ്ട് പോയില്ല. ലച്ചു ആണല്ലോ വിളിക്കുന്നേ. ഹലോ ലച്ചു. വൈഷ്ണവി, നിങ്ങൾ പോന്നോ? ഞങ്ങൾ പോന്നോണ്ടിരിക്കുക. ഇവിടെ എത്താറായോ? എത്താറായിട്ടുണ്ട്. അല്ല, എല്ലാ സാധനങ്ങളും വാങ്ങിയോ? നീ ഏട്ടന്റെ ലിസ്റ്റ് കൊടുത്തതെല്ലാം വാങ്ങിയിട്ടുണ്ട്. പിന്നെ പാറൂസിനും ദേവനും കുറച്ച് ഫാൻസി വാങ്ങാനുണ്ടായിരുന്നു. അതും വാങ്ങിയിരിക്കുന്നേ. എന്നാ ശരിടി, ഇവിടെ എത്തിയിട്ട് കാണാം. ശരി. അല്ല, മുല്ലപ്പൂ വാങ്ങിയോ? ഒരു മിനിറ്റ്. രാഹുലേട്ടാ, മുല്ലപ്പൂ വാങ്ങിയിരുന്നോ? അത് നിങ്ങൾ ഫാൻസി വാങ്ങാൻ കയറിയപ്പോ ഞാൻ വാങ്ങിയിരുന്നേ. വാങ്ങിച്ചിട്ടുണ്ടടി. വീട്ടിലെത്തിയിട്ട് കാണാം. ശരിടാ. അവരെത്താറായോ മോളെ? അവരിവിടെ എത്താറായിട്ടുണ്ട്. അല്ല, പറഞ്ഞതെല്ലാം വാങ്ങിച്ചോ? ഞാൻ ചോദിച്ചു, എല്ലാം വാങ്ങിയിട്ടുണ്ട്. സീതേ, ആരിത്? നമ്മുടെ ലച്ചുപ്പെണ്ണോ? അല്ല, മൈലാഞ്ചി ഒന്നും ഇടില്ലേ പുതുപ്പെണ്ണെ? ഇടണം സൈനത്ത, എന്റെ ഫ്രണ്ട് വരുന്നുണ്ട്. നല്ല ചുന്ദരി കുട്ടിയാവല്ലപ്പോ. സച്ചിയാണല്ലോ വിളിക്കുന്നേ. ചേച്ചി, ഞാനിപ്പോ വരാവേ. സച്ചിയാണോടി? എനിക്കെന്താ, കുറെ ആയി അവനോട് സംസാരിച്ചിട്ട്. സൈന, മിനി, ഇരിക്കട്ടോ, ഞാനിപ്പോ വരാവേ. ഓരോ തിരക്കിലിപ്പം അവരെ വിളിച്ചിട്ട് കുറെ ആയി. ഞാനിപ്പോ വരാ, നിങ്ങൾ ഇവിടെ ഇരിക്കി. സീതേ, അവർക്ക് കുടിക്കാൻ എടുക്ക്. ശരി അമ്മേ. അല്ല സീതേ, പിള്ളേരൊക്കെ എന്തേ? ലച്ചുവിന്റെ ഫ്രണ്ട് വരുന്നുണ്ട്, മെഹന്തി ഇടാൻ. അപ്പോ രാഹുല് അവളെ കൂട്ടാൻ പോയതാ. രാഹുലിന്റെ കൂടെ പോയതാ രണ്ടാളും. അവർക്ക് കുറച്ച് ഫാൻസി സാധനം വാങ്ങാനുണ്ട്. അല്ല, അപ്പോ ഡ്രസ് എടുത്തപ്പോ എടുത്തില്ലായിരുന്നോ? ഞങ്ങളന്ന് സ്കൂള് വിട്ടാറല്ലേ പോയിരുന്നേ. എല്ലാവർക്കും കൂടെ ഡ്രസ് എടുത്തപ്പോ തന്നെ രാത്രിയായി. പിന്നെ ഒരുവിധം ഷോപ്പും അടച്ചിരുന്ന്. അപ്പൊ പിന്നെ വാങ്ങാന്ന് കരുതി. പിന്നെ ഞാൻ ഓരോ പണിയിൽ അങ്ങ് വിട്ടുപോയി. ഇന്നാ അവരെ ഓർമ്മിപ്പിക്കുന്നേ. അപ്പോ രാഹുൽ എന്തായാലും അവളെ കൂട്ടാൻ പോവാ. അപ്പൊ രാഹുലിന്റെ കൂടെ പറഞ്ഞയച്ച്. അങ്ങനെ. നിങ്ങൾ ഇരിക്കി, ഞാൻ ചായ എടുക്കാം. വേണ്ടടി, ഇപ്പൊ കുടിച്ചതേ ഉള്ളൂ. അതൊന്നും കുഴപ്പമില്ല, നിങ്ങൾ ഇരിക്കി. വേണ്ട, നീ ചായ ഒന്നും എടുക്കണ്ട. നന്ദു ഇന്ന് ക്രിക്കറ്റ് ഒന്നും കളിക്കാൻ പോയില്ലേക്കും? ഇല്ല, പോവാൻ നിക്കായിരുന്നു. അതെ, അപ്പോയെ കൃഷ്ണൻ മയക്ക് പറഞ്ഞ് മൂന്നാളും കൂടെ ഖസാരൊക്കെ നിർത്തി വെക്കുന്നുണ്ട്. എത്ര പറഞ്ഞാലും കേക്കില്ല എന്റെ മിനി. എന്ത് പരിപാടി ഉണ്ടായിട്ടും കാര്യമില്ല. അവന് ക്രിക്കറ്റ്. അവർക്ക് എന്ത് പരിപാടി? അല്ല, നിങ്ങൾ ഇങ്ങനെ നിക്കാതെ ഇരിക്കി. ഞങ്ങൾ ഇരുന്നോളടി. അല്ല സീതേ, രാഹുലിന്റെ കല്യാണം നോക്കുന്നില്ലേ? നോക്കണം, പറഞ്ഞു വെച്ചിട്ടുണ്ട്. ലച്ചുവിന്റെ ഫ്രണ്ട് തന്നെ. ഇപ്പൊ അവന് കൂട്ടാൻ പോയില്ലേ? അവള് കാണാനൊന്നും പോയിട്ടില്ല, പറഞ്ഞു വെച്ചതേ ഉള്ളൂ. ഇനിയിപ്പോ ലച്ചുവിന്റെ എൻഗേജ്മെന്റ് കഴിയട്ടെ എന്ന് കരുതി. അതെന്തായാലും നന്നായി, അമ്മക്കൊരു കൂട്ടാവല്ലോ. അതെ, ഇവിടെ ഉള്ളപ്പോ ഞാനും മക്കളൊക്കെ ഉണ്ട്. തറവാടിന്റെ പണി ഒരുവിധം കഴിഞ്ഞു. പാലക്കാച്ചില് ഈ അടുത്ത് തന്നെ ഉണ്ടാവും. അത് കഴിഞ്ഞാ അവരൊക്കെ പോവും. സത്യം പറഞ്ഞ എന്തോ പോലെയാ. അവരൊക്കെ ഇവിടെ ഉണ്ടാവുമ്പോ ഒരു ആശ്വാസമാ. നീ എന്തിനാ വിഷമിക്കുന്നേ? കാണുന്ന വീടെന്നല്ലേ? ആണ്, എന്നാലും. അല്ല, ലച്ചുവിന്റെ കല്യാണം ഈ അടുത്ത് തന്നെ ഉണ്ടോ? ഇല്ല, എൻഗേജ്മെന്റ് കഴിഞ്ഞ് അവന് പോവും. പിന്നെ വന്നിട്ട് വേണ്ടേ? 1 വർഷോ 2 വർഷമൊക്കെ കഴിയാ മതി. അവളിപ്പോ ജോലി ചെയ്യല്ലേ? ജോലിക്ക് പോട്ടെ, വന്നിട്ടൊക്കെ മതിയല്ലോ. അതെ, നിങ്ങൾ ഇരിക്കി. ഞാൻ ചായ എടുക്കട്ടെ? വേണ്ടടി, ഞങ്ങളിപ്പോ കുടിച്ചതേ ഉള്ളൂ. ഞാൻ മിനിനെ കൂട്ടാൻ പോയപ്പോ അവള് നിർബന്ധിച്ച് ചായ കുടിപ്പിച്ച്. ഇപ്പൊ കുടിച്ചതേ ഉള്ളൂ. ഇനിയിപ്പൊ എടുക്കണ്ട. എന്നാ കുറച്ച് കഴിഞ്ഞ് എടുക്കാം. എന്നാലും നീ കുടിപ്പിച്ചേ വിടൂലേ? പിന്നല്ലാതെ. അവര് വന്ന് തോന്നുന്നു. കാറിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്.